ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुगतान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योग शिक्षार्थमेव पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुधिर्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री जय चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മൾ വായിക്കുന്ന ചൈതന്യ ചരിതാമൃതം മധ്യലീല അധ്യായം 9 265 ശ്ലോകം മുതൽ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. सर्वधर्मान् परित्यज्य मेकं शरणं व्रज अहं त्वां सर्वपापेभ्यो मोक्षयिष्यामि। Abandon all varieties of religion and just surrender unto me. I shall deliver you from all sinful reactions. Do not fear. ഇതിനും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശത്തില് ഭഗവത്ഗീത 18-ാമത്തെ അധ്യായം 66-ാമത്തെ ശ്ലോകമാണ് അല്ലെ. Abandon all varieties of religion and just surrender unto me. I shall deliver you from all sinful reactions. കാരണം ഭഗവാൻ തന്നെ പല വഴികളും പറഞ്ഞു കൊടുത്ത ശേഷം അത് കർമ്മയോഗം, ധ്യാനയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, അവസാനത്തിന്റെ അതിന്റെ എസെൻസ് ആണ് ഇതിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതെല്ലാം ശരിയാണ്, പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ എന്താണ് അതിന്റെ ക്രക്സ്, എന്താണ് അതിന്റെ എസെൻസ്, എന്താണ് അതിന്റെ സത്ത്, എന്താണ് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതെല്ലാം നമ്മൾ വിധിപ്രകാരം ചെയ്തത് ശരി. അതിന്റെ എസെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സാമാന്യ ധർമ്മങ്ങളെയും നമ്മൾ വെടിയും. കാരണം പരമമായിട്ടുള്ള ധർമ്മമുണ്ട്. സാമാന്യ ധർമ്മങ്ങള് പരമധർമ്മത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ സാമാന്യ ധർമ്മങ്ങളെല്ലാം അതിൽ ഉണ്ട്. അതിനായിട്ട് പ്രത്യേകം പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ച് ചെയ്യുന്ന ഒരു ഭക്തൻ ബാക്കിയെല്ലാം വേണ്ട പോലെ ചെയ്യും. മറ്റെന്താ സാമാന്യ ധർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരെ മറ്റതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. പരോധർമ്മം അല്ലേ? എന്താണ് പരോധർമ്മം? ഭാഗവതത്തിൽ എന്താ പറയുന്നത്? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷതേ അഹൈത്വകി അപ്രതിഹത കയാത്മാ സുപ്രസീദതി. അഹൈത്വകി അപ്രതിഹത, വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ, വിത്തൗട്ട് എനി മോട്ടിവേഷൻ, സിംഗിൾ പോയിന്റഡ് അറ്റൻഷനോട് കൂടിയിട്ട് ഭഗവാനെ സേവിക്കുക. അതന്നെ ഇതിലും പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിലും. അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഭഗവാനെ ശരണം പ്രാപിക്കുക. നമ്മുടെ ഷഡ് ശരണാഗതി അതിനും തന്നെ പറയുന്നു. എന്താണ്?
ഭഗവാൻ അല്ലാണ്ട് വേറൊരു ആശ്രയമില്ല. ഭഗവാൻ അല്ലാണ്ട് വേറൊരു മെയിൻറ്റെയിനറും ഇല്ല. അല്ലെ? അവശ്യ രക്ഷതി വിശ്വാസി. അല്ലെ? എന്താണ് ഷടാശ്രയത്തിൽ പറയുന്നത്? അവശ്യ രക്ഷതി. അതായത് ഭഗവാൻ മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ള ഉറച്ച വിശ്വാസം. ഭഗവാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൃഷ്ണൻ എന്ന് ഏറ്റെടുത്ത് പറയണം. അതാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്. കൃഷ്ണൻ മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ളൂ. കൃഷ്ണൻ മാത്രമേ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൂ. ഇത് നല്ല അടിയുറച്ച വിശ്വാസം വേണ്ട. അതാണ് പരോധർമ്മം. അപ്പൊ എന്താ പറയുന്നത്? ഐ ഷാൽ ഡെലിവർ യു ഫ്രം ഓൾ സിൻഫുൾ റിയാക്ഷൻ. കാരണം വെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് പാപകർമ്മങ്ങള് മുൻ ജന്മങ്ങളിൽ ചെയ്തു വന്നിട്ടുണ്ട്. അതൊന്നും എല്ലാത്തിനും നിങ്ങൾക്ക് മോക്ഷം കിട്ടും. നിങ്ങളെ രക്ഷിക്കാം. മാ സുജ, ഡു നോട്ട് ഫിയർ. ഒരു നല്ലൊരു പ്രോമിസ്, ഒരു ഗ്യാരണ്ടിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് തരുന്നത്. അപ്പോൾ പരോധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ശരണം പ്രാപിക്കുക പൂർണ്ണമായിട്ടും. ഒരു ഒരു കടുകുമണിയുടെ അത്രയും കൂടി നമ്മളെ ആശ്രയിക്കാൻ പാടില്ല. യെസ്, നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം, നമ്മുടെ എഫർട്ടെല്ലാം എടുക്കണം. പക്ഷെ ഞാനാണ് ഇതിന്റെ ഡൂവർ, ഞാനാണ് ഇതിന്റെ ഭോക്ത എന്ന് ആ ഒരു ഇത് പാടില്ല. നമുക്ക് ഫ്രീഡം തന്നിട്ടുണ്ട് ഭഗവാൻ. തീർച്ചയായിട്ടും മനുഷ്യർക്ക് മാത്രമേ ഫ്രീഡം തന്നിട്ടുള്ളൂ. ആ ഫ്രീഡം കൂടി ഭഗവാനെ സറണ്ടർ ചെയ്യണം. അപ്പോഴേ നമുക്ക് ഒരു നല്ലൊരു ഭക്തമായിട്ട് തരണം. നമ്മുടെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തിനാ ഭഗവാൻ പറയുന്നത് കേൾക്കണം? എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തുകൂടെ? യെസ്, അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈവൺ ആ സ്വാതന്ത്ര്യം കൂടി, കർമ്മത്തിന്റെ ഫലം മാത്രമല്ല, കർമ്മം കൂടി നമ്മൾ കൊടുക്കണം. നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മത്തിന്റെ ഫലം മാത്രമേ കൊടുക്കുന്നുള്ളൂ. നല്ലതാണ്, വെരി ഗുഡ്. പക്ഷെ ഭഗവാൻ ആഗ്രഹിക്കുന്നത് കർമ്മത്തിന്റെ ഫലം മാത്രമല്ല, കർമ്മം കൂടി എനിക്ക് വേണ്ടി ചെയ്യണം. അതായത് കർമ്മം ഭഗവാന്റെ ആഗ്രഹത്തിന് വേണ്ടി ചെയ്യണം. നമ്മളുടെ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം, 3 ഗുണത്തിന്റെ അതീതത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളുടേതായിട്ടുള്ള ചില ചെറിയ ചെറിയ പ്രൈഡ്, ചെറിയ ചെറിയ അഹങ്കാരം, ഇത് ഞാൻ വിചാരിച്ചപ്പോൾ നടക്കണം. ഞാൻ പറഞ്ഞ പല തവണയിലും ഞാൻ പലതവണയും പറയുന്ന ഉദാഹരണമാണ്. നമ്മൾ ഇപ്പൊ റിട്ടയറായി, ഓക്കെ, നമുക്ക് വേറൊന്നുമില്ല, ഇപ്പൊ ചെയ്യാം, നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് സേവ ചെയ്യാം. ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഫ്രീ ആയിട്ട്, ഓണറി ആയിട്ട് എന്ത് വേണം ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നു, ഇന്ന സേവ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, കാരണം അതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഭഗവാൻ അത് ആഗ്രഹിക്കുന്നില്ല. എന്ത് സേവയും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. ഞാൻ പറയാം, എനിക്ക് പ്രീച്ചിങ് സേവ മാത്രമേ പറ്റുള്ളൂ, എനിക്ക് ഡേറ്റി സേവ മാത്രമേ പറ്റുള്ളൂ, എനിക്ക് വേറൊരു സേവ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താ അറിയാ, അപ്പൊ എന്റെ ഫ്രീഡം ഞാൻ ഉപയോഗിക്കുന്നു, ഭഗവാന്റെ ഇഷ്ടമല്ല ഞാൻ നോക്കുന്നത്. ഭഗവാൻ എന്താണ് നമ്മുടെ ഗുരു മഹാരാജ് പറയുന്ന, അല്ലെങ്കിൽ സീനിയർ വൈഷ്ണവന്മാർ പറയാണ്, ആ ജോലി ചെയ്യാൻ പറഞ്ഞ, അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ സറണ്ടറൻസ് ഇല്ല, അവിടെ സറണ്ടറൻസ് ഇല്ല. അപ്പോൾ എന്താണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്? അത് തന്റെ സീനിയർ വൈഷ്ണവാസ് അല്ലെങ്കിൽ ഗുരു പരമ്പര നമ്മളോട് പറയുമ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടാൻ പറഞ്ഞാൽ അതെനിക്ക് പറ്റില്ല, എനിക്കിത് ഓക്കെ. ഫിസിക്കൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഡിഫറെന്റ്. അവരത് അറിഞ്ഞിട്ടേ നമുക്ക് സേവ തരുള്ളൂ. അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സേവയും വൈഷ്ണവർ തരില്ല. ഈവൻ പ്രഭുപാദ തന്റെ ഡിസൈപ്പിൾസിന് സേവ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രഭുപാദയ്ക്ക് അറിയാം ഇവർക്ക് അത് ചെയ്യാൻ പറ്റും, കാരണം പ്രഭുപാദനെ എംപവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിന്റെ കൂടെ എംപവർമെന്റ് കൂടി വരും. നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, ഞാനാണ് ചെയ്യുന്നത്. ഇപ്പൊ പല ഏർലി ഡിസൈപ്പിൾസ് ഉണ്ട്, പ്രഭുപാദ ഏർലി ഡിസൈപ്പിൾസ്. അവരോട് പറയുന്നു, ഗോ ടു പാകിസ്ഥാൻ, ഓക്കെ, ഗോ ടു ഇറാൻ, ഗോ ടു റഷ്യ, ഗോ ടു ഇംഗ്ലണ്ട്, ഓപ്പൺ ടു സെന്റർ. ഒന്നും അറിയില്ല, 3 മാസം 6 മാസം പരിചയമുള്ളൂ. നമുക്ക് ജനനം മുതൽക്ക് ഈ വേദിക് കൾച്ചറിൽ ഒരു പരിചയമുണ്ട്, എന്നിട്ടും നമുക്കത് ചെയ്യാൻ പറ്റാത്ത അത് അവർ 3 മാസത്തെ പരിചയം കൊണ്ട് മാത്രം അവിടെ പോയിട്ട് അവർ സെന്റർ തുടങ്ങുന്നു. കാരണം എന്താ? പ്രഭുപാദയുടെ എംപവർമെന്റ് കൊണ്ട്. അതേപോലെ നമ്മളോട് ഒരു ശുദ്ധ വൈഷ്ണവൻ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എംപവർമെന്റും കൂടി നമുക്ക് തരുന്നു. അപ്പോൾ അത് ചെയ്യുന്നത് ഒരു മീഡിയം മാത്രമാണ് നമ്മൾ. അപ്പോൾ ഏതൊരു സേവ എടുക്കാനും, അതായത് ടോട്ടൽ സറണ്ടർ, നമ്മുടെ ഫ്രീഡത്തിനെയും കൂടി കർമ്മം മുഴുവനെ ഭഗവാൻ സമർപ്പിക്കണം. കർമ്മത്തിന്റെ ഫലം മാത്രമല്ല, ആ ഒരു തരത്തിലുള്ള സറണ്ടറൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അബാൻഡൻ ഓൾ വെറൈറ്റീസ് ഓഫ് റിലിജിയൻ ആൻഡ് ജസ്റ്റ് സറണ്ടർ അൺടു മീ. ഐ ഷാൽ ഡെലിവർ യു ഫ്രം ഓൾ സിൻഫുൾ റിയാക്ഷൻസ്, ഡു നോട്ട് ഫിയർ. ഇത് തത്വവാദികളായിട്ടുള്ള സംവാദത്തിൽ ചൈതന്യ മഹാപ്രഭു തത്വവാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തത്വവാദികള് എന്താണ്? ഭഗവാനെ വിശ്വസിക്കുന്നു, മായാവതികൾ വിശ്വസിക്കുന്നില്ല. ഞാനും ഭഗവാനും ഒന്നാണ്
എന്നുള്ള ഒരു ഇതല്ല തത്വവാദികളുടെ, അല്ലെങ്കിൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ ശരിക്കുള്ള വൈഷ്ണവ സമ്പ്രദായം ഫോളോ ചെയ്യുന്നു. രണ്ടും രണ്ടാണ്. ജീവാത്മാവും പരമാത്മാവും രണ്ടാണ്. അപ്പൊ ആ ജീവാത്മാവും പരമാത്മാവും ഒന്നാന്ന് വിചാരിച്ചാൽ അപ്പൊ ഈ പണിഷ്മെന്റ് ആർക്കാണ്? ഒരു സൂര്യന്റെ ആ രശ്മി, ഒരു കിരണം, ഒരു മോളിക്യൂൾ, ഒരു പാർട്ട്, അതും സൂര്യനും ഒന്നാണെന്ന് എങ്ങനെ കരുതാൻ പറ്റില്ല. സെയിം ക്വാളിറ്റി ഉണ്ട് അല്ലേ? സെയിം ക്വാളിറ്റി ഉണ്ട്, പക്ഷെ സെയിം അല്ല ഇൻ ക്വാണ്ടിറ്റി. അപ്പൊ ആ ഒരു വ്യത്യാസം കൂടി ഇതിൽ പറഞ്ഞു കൊടുക്കുന്നു. 266 താവത് കർമാണി കൂർവിത ന നിർവിദ്യേത യാവതാ മത്കഥ ശ്രവണാദോ വാ ശ്രദ്ധായാവന്ന ജായത്തെ. तावत् कर्माणि कुर्वन्त निर्वैद्येदयावता मत्तथा श्रवणादो वा श्रद्धाया वा न जायते. As long as one is not satiated by fruitive activity and has not awakened his taste for devotional service by Shravanam, Kirtanam, Vishnu, one has to act according to the regulative principles of the Vedic injunctions. എന്താണ് പറയുന്നത്? As long as one is not satiated by fruitive activity. കർമ്മ, മെറ്റീരിയൽ ആക്ടിവിറ്റി, സ്പിരിച്വൽ ആക്ടിവിറ്റി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭൗതിക തലത്തില് നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് തൃപ്തി വരില്ല അല്ലേ? എത്ര കിട്ടിയാലും നമുക്ക് തൃപ്തി വരില്ല. പിന്നെ അതുമല്ല, നമുക്ക് മടുപ്പും വരും. ഇവിടെ അങ്ങനെയല്ല. സ്പിരിച്വൽ ആക്ടിവിറ്റിയില് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരും, സേഷിയേഷൻ ഉണ്ടാവില്ല. അതായത് വെറുപ്പോ അല്ലെങ്കിൽ മടുപ്പ് ഉണ്ടാവില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ് പറഞ്ഞത്. ആസ് ലോങ് ആസ് വൺ ഈസ് നോട്ട് സേഷിയേറ്റഡ്. ഇപ്പൊ നമുക്ക് ഭക്ഷണം നല്ലതാണ്, നല്ല ഇഷ്ടമാണ്. സ്വീറ്റ് കഴിച്ചാൽ എത്ര കഴിച്ചാലും തൃപ്തി വരില്ല. അതേസമയം കുറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മടുപ്പം വരും അല്ലേ? സ്പിരിച്വൽ ആക്ടിവിറ്റി അങ്ങനെയല്ല. നമുക്ക് ചെയ്യുന്നതെല്ലാം നമുക്ക് സംതൃപ്തിയും കിട്ടും, അതേസമയം ഇനിയും ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. മടുപ്പ് വരില്ല. ഇവിടെ പറയുന്നത് ആസ് ലോങ് ആസ് വൺ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ fruitive activity and has not awakened his taste for devotional service. എങ്ങനെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. വൺ ഹാസ് ടു ആക്ട് അക്കോർഡിംഗ് ടു അതുവരെ. അതായത് നമ്മൾ മെറ്റീരിയൽ ആക്ടിവിറ്റിയിൽ അഡിക്വേറ്റ് ഫ്രസ്ട്രേഷൻ, ആ ഫ്രസ്ട്രേഷൻ വരുന്നത് വരെ, എന്നാലാണ് സ്പിരിച്വൽ ആക്ടിവിറ്റിയിൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ഡിവോഷണൽ സർവീസിന് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ വരണം. മതി, ഇനഫ് ഈസ് ഇനഫ്, മടുത്തു, എനിക്ക് വേണ്ട ഇനി. എത്ര കാലം ഇങ്ങനെ പോവും? നമുക്ക് ആദ്യമൊക്കെ നല്ല മധുരം തോന്നും, പക്ഷെ അണ്ടിയോടെ എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുമെന്ന് പറയുന്നില്ലേ? പിന്നീട് നമുക്ക് എല്ലാറ്റിനും ഒരു അറുതി വരും, ഒരു മടുപ്പ് വരും. അപ്പോഴാണ് ഡിവോഷണൽ സർവീസിന്റെ ടേസ്റ്റ് കിട്ടാൻ തുടങ്ങുന്നത്. ഇപ്പൊ കൂടുതൽ നമ്മൾ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പിന്നാലെ പോവുകയാണെങ്കിൽ അത് ആളിക്കത്തുന്ന തീയില് എണ്ണ ഒഴിക്കുന്നത് പോലെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ആ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ആ ടേസ്റ്റ് വരണമെങ്കിൽ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ആ നവവിധ ഭക്തിയിൽ കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? വൺ ഹാസ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ റെഗുലേറ്ററി പ്രിൻസിപ്പിൾ, സാധനാ ഭക്തി. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള സാധനാ ഭക്തിയിലൂടെ. അപ്പൊ നമ്മള് പടിപടിയായിട്ട് ഉയരണം. വൈദ്യ സാധന ഭക്തി, പിന്നെ രാഗാനുഗ ഭക്തി, സ്പോണ്ടേനിയസ് ഡിവോഷണൽ സർവീസ്. ആ രാഗാനുഗ ഭക്തി ആരുടെ പാതയുടെ പോകണം? രാഗാത്മിക ഭക്തരുടെ പാതയിൽ കൂടെ പിന്തുടർന്ന് പോകണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്പോണ്ടേനിയസ് ഡിവോഷണൽ സർവീസിലേക്ക് എത്തിയിട്ടില്ല. കാരണം നമ്മൾ വൈദ്യ സാധന ഭക്തി, റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് മുഖേനയാണ് നമ്മൾ അതിലൂടെ സഞ്ചരിച്ചത്. അതിൽ പക്വത വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ 24 മണിക്കൂറും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതേസമയം പാരലലി നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിയും കൂടിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്സ് ആണ്. സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ അങ്ങനെ സ്പോണ്ടേനിയസ്. അപ്പോൾ വൃന്ദാവനത്തിലെ എല്ലാവരും, അത് ഏത് രസത്തില് ഭഗവാനെ കാണുന്നാലും ശരി,
അവരെല്ലാം എന്തിലാണ്? രാഗാനുഗ ഭക്തിയിലാണ്, സ്പോണ്ടേനിയസ് പ്രഭു ഡിവോഷൻ. പ്രഭു അങ്ങനെ വരുമ്പോഴേ ഇപ്പൊ എല്ലാം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം മാത്രമല്ലല്ലോ, നമുക്ക് ചെയ്യാൻ അല്ലാതുള്ള കർമ്മങ്ങളില്ലേ, അത് നമ്മൾ ചെയ്യണം. ചെയ്യേണ്ട കാര്യം, അതാ നമ്മളെ അതാ ഏൽപ്പിച്ച ഡ്യൂട്ടിയില്ലേ. അതാണ് അപ്പൊ പറഞ്ഞത്, അത് അത് ഇൻക്ലൂഡഡ് ആണെന്ന്. അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ഒരു 100 രൂപയുടെ നോട്ടില് 99 രൂപ ഇൻക്ലൂഡഡ് ആണ്, 98 ഇൻക്ലൂഡ് ആണ്, അപ്പൊ ഇതിലെല്ലാം ഇൻക്ലൂഡ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ വരുന്നതിലെ സ്പിരിച്വൽ ഡ്യൂട്ടി, മെറ്റീരിയൽ ഡ്യൂട്ടി അങ്ങനെ രണ്ടുണ്ടാവില്ല. അപ്പൊ ഈ സ്പിരിച്വൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം മെറ്റീരിയൽ ഡ്യൂട്ടിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ സ്പെസിഫിക്കലി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ തലത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഉയർന്ന തലത്തിലെത്തിയാൽ നമുക്ക് സാമാന്യ ധർമ്മത്തിന്റെ സ്പെസിഫിക് ആയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കേണ്ട ആവശ്യമില്ല. 100 രൂപയിൽ ഞാൻ ഇപ്പൊ നമ്മളൊരു ഡ്യൂട്ടി ചെയ്യുമ്പോ ഇപ്പൊ നമ്മളെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യണമെന്നല്ലേ പ്രഭു പറഞ്ഞത്. അതെ. അപ്പൊ നമ്മൾ ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഭഗവത് സ്മരണ ഉണ്ടാവണം, ഭഗവാനെ മുൻനിർത്തി ചെയ്യണം എന്നല്ലേ പറയുന്നുള്ളൂ. അത് അല്ല. പക്ഷെ ഡയറക്റ്റ് ഡിവോഷണൽ സർവീസ് ആയിരിക്കത്തില്ല. പക്ഷെ നമ്മളെ അതർ ടൈപ്പ് ഓഫ് വർക്ക്, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഡ്യൂട്ടി അതും ചെയ്യുമ്പോഴും അതും ഭഗവത് സേവയിലല്ലേ വരുന്നത്. എല്ലാം സേവ തന്നെയല്ലേ. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവത് ഈശ്വര അർപ്പണമായി ചെയ്യുമ്പോൾ അതും മെറ്റീരിയൽ ആണെങ്കിൽ കൂടി അത് സ്പിരിച്വൽ ആയിട്ടല്ലേ വരണത്. നമ്മള് ഭഗവാനിൽ അർപ്പിച്ചോണ്ട് ചെയ്യാണ്, നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടികളാണ് ചെയ്യണത്. തീർച്ചയായിട്ടും. അപ്പൊ അത് ആ തലത്തിൽ എത്തണം എന്ന് പറയണേ ഞാൻ. മൈൻഡ് അങ്ങനെ ആയിരിക്കണം. ആ തലത്തിലെത്തണം. ആ തലത്തിലെത്തണം പറഞ്ഞാൽ ഇത് മെറ്റീരിയൽ, ഇത് സ്പിരിച്വൽ, അങ്ങനെ കാണാൻ പാടില്ല. ഇതിപ്പോ ഓക്കെ, ഇത് ഞാൻ 1 മണിക്കൂർ മെറ്റീരിയൽ ഡ്യൂട്ടി, ബാക്കി 2 മണിക്കൂർ സ്പിരിച്വൽ ഡ്യൂട്ടി, അല്ലെങ്കിൽ 4 മണിക്കൂർ മെറ്റീരിയൽ ഡ്യൂട്ടി, 10 മണിക്കൂർ അങ്ങനെ ഇല്ല. എവറിത്തിങ് ശ്രീല പ്രഭുപാദ ചെയ്യുന്നത് നമ്മുടെ കണ്ണിൽ മെറ്റീരിയൽ ഡ്യൂട്ടി ആയിട്ട് തോന്നും. ലീഗൽ പ്രൊസീഡിങ്സ്, കോർട്ടിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഒരു തേർഡ് പാർട്ടിയുടെ. പ്രഭു ഒരു ഫാൻ ഫിക്സ് ചെയ്യാൻ ആള് വന്ന് ഞാൻ അതൊന്ന് നോക്കിട്ട് വരട്ടെ പ്രഭു. നോ പ്രോബ്ലം. ഓക്കെ. അപ്പൊ പ്രഭുപാദ ചെയ്യുന്ന ഡ്യൂട്ടികള് ഒരു തേർഡ് പാർട്ടിയുടെ കണ്ണില് ഒരു മെറ്റീരിയൽ ഡ്യൂട്ടി ആയിട്ട് തോന്നാം. ഇപ്പൊ കോർട്ടിൽ കേസ് വാദിക്കുകയാണ്, എന്താണ്? ഒരു സ്ഥലത്തിന്റെ ലിറ്റിഗേഷൻ. അപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ കണ്ണില്, നമ്മുടെ ഒരു പുറമേ നോക്കുന്ന ഒരു ആളുടെ കണ്ണില് ഒരു ഭൗതിക ലോകത്തും വെറുതെ വാദിക്കുക സ്ഥലത്തിന് വേണ്ടി, ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്തൂടെ? പക്ഷേ വീട്ടില്ല. കാരണം അത് ഭഗവാന്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഇത് ഭഗവാന്റെ ടെമ്പിളിന്റെ സ്ഥലമാണ്. അത് വേറെ ആൾക്ക് കൈ കടത്താൻ കൊടുക്കില്ല. അവിടെ ഭഗവാന്റെ ടെമ്പിൾ വരണം. അത് മെറ്റീരിയൽ ഡ്യൂട്ടിയല്ല, അത് സ്പിരിച്വൽ ഡ്യൂട്ടിയാണ്. പുറമെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് മെറ്റീരിയൽ ഡ്യൂട്ടി ആയിട്ട് തോന്നും, അല്ല. അപ്പൊ 24 മണിക്കൂറും അങ്ങനത്തെ ആചാര്യന്മാരും വൈഷ്ണവ ഭക്തന്മാരും ഭഗവാന്റെ സേവയിൽ ഏർപ്പെടുക, അല്ലാണ്ട് ഭൗതിക ഡ്യൂട്ടി അല്ലെങ്കിൽ സ്പിരിച്വൽ ഡ്യൂട്ടി അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ തലത്തിലേക്ക് വളരാന്ന് പറഞ്ഞാൽ അതാണ് രാഗാനുഗ ഭക്തി. മറ്റേ നമ്മളെല്ലാം വൈദിക ഭക്തി, നമ്മളെ സ്ലോലി ആൻഡ് ഗ്രാജുവലി വൈദിക സാധനയിൽ കൂടെ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത്. ഈ വ്യത്യാസമാണ് പറയുന്നത്. സോ വൺ ഈസ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ റെഗുലേറ്റീവ്. അതാണ് റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ. നമ്മളൊക്കെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ. നമ്മൾ എന്തിനാണ് വോത്ത് എടുക്കുന്നത്? ഇനീഷ്യേഷൻ സമയത്ത് 4 നിയമങ്ങൾ പാലിക്കണം, അല്ലേ? മിനിമം 16 മാല മിനിമം എത്ര വേണമെങ്കിൽ ചെല്ലാം. 16, 32, 64 എത്ര വേണം ചെല്ലാം. പക്ഷെ മിനിമം 16 ക്വാളിറ്റി റൗണ്ട് ചെയ്യണം. ഇതൊക്കെ റെഗുലേഷൻസ് ആണ്. എന്തുകൊണ്ടാണ്? അപ്പൊ ഈ റെഗുലേഷൻസ് ശരിക്കുള്ള ശുദ്ധഭക്തന്മാർക്കില്ല, എങ്കിലും നമ്മൾക്കൊരു മോഡലാവാൻ വേണ്ടി അവർ ചെയ്യുന്നു മാത്രം. പ്രഭുപാദയ്ക്ക് ഇരുന്നിട്ട് 16 മാല ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിലും അവർ ചെയ്യുന്നു. കാരണം നമുക്ക് ഒരു ഉദാഹരണമായിട്ട് മാത്രം. അല്ലെങ്കിൽ പ്രഭുപാദ ചെയ്യുന്നില്ല, ഞാൻ എന്തിനാ ചെയ്യണം? അപ്പൊ ചില ആൾക്കാർ പറയും, ശിവഭഗവാൻ അത് ചെയ്തില്ലേ, അല്ലെങ്കിൽ രാമൻ മാംസം കഴിച്ചില്ല, ഞാനും മാംസം കഴിക്കും. രാമൻ വേറെ പലതും ചെയ്തു, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് അനുകൂലം അത് മാത്രം എടുക്കും. ശിവഭഗവാൻ വിഷം കഴിച്ചു മന്ദനത്തിൽ വന്നപ്പോ, അല്ലേ? നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണോ അനുകൂലമായിട്ടുള്ളത്, ഫേവറബിൾ ആയിട്ട്, അത് മാത്രം എടുത്ത് നമ്മൾ പറയും. അങ്ങനെ നമ്മൾ എല്ലാം അനുകരിക്കണം, പക്ഷെ അത് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനെ നമുക്ക് അനുകരിക്കാൻ പാടില്ല. അനുസരണ, അവരുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യണം. അതാണ് നമ്മൾ സാധന ഭക്തി, വൈദിക സാധന ഭക്തി ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. So this is a quotation from Srimad Bhagavatam 11.20.9. पंचविधा मुक्ति त्यागा करे भक्त गणाम, फल्गु करी मुक्ति देखे मरके रसमा. पंचविधा मुक्ति त्यागा करे भक्त गणाम,
पलगु करी नक्की देखे Okay. Pure devotees reject the 5 kinds of liberation. For them, liberation is very insignificant because they see it as hellish. ഇത് കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ശുദ്ധഭക്തന്മാരെ ലിബറേഷൻ, മുക്തി, അതിനും കൂടി തിരസ്കരിക്കുന്നു, ത്യജിക്കുന്നു. കാരണം അവരുടെ കണ്ണില് ലിബറേഷൻ ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്, ഒരു പ്രാധാന്യമില്ല. നമ്മളെന്താ പറയുന്നത്? ഇതൊക്കെ ചെയ്ത് നമുക്ക് മുക്തി കിട്ടും, മുക്തിയാണ് ഹയസ്റ്റ്. യെസ്, ഇറ്റ് ഈസ് ഹയസ്റ്റ്. പ്യുവർ ഡിവോഷണൽ സർവീസിൽ എത്തുമ്പോൾ അത് വെറും ഒന്നുമില്ല. കാരണം രൂപഗോസ്വാമി പറയുന്ന നെക്ടർ ഓഫ് ഡിവോഷൻ, ഭുക്തി മുക്തി പിശാചാത്തി. അതായത് ഭുക്തി മുക്തി അല്ലെ, ഭുക്തി മുക്തി സിദ്ധി കാമി സകല അശാന്തം ചൈതന്യചരണമാണ്. അപ്പോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് എ ടോപ്പ് മോസ്റ്റ് നൗ, ആസ് ഓഫ് നൗ, ബിക്കോസ് വി ഹാവ് നോട്ട് റീച്ച് ദ ഹയസ്റ്റ് സ്റ്റേജ്. ആ പരമമായിട്ടുള്ള ആ സ്റ്റേജിൽ നമ്മൾ എത്താത്തതുകൊണ്ടാണ്. അപ്പൊ അവർക്ക് അതായത് ശുദ്ധഭക്തൻ പറഞ്ഞ ഭഗവാനെ സേവിക്കുക, അത് ഏത് സിറ്റുവേഷനായാലും ശരി, ഏത് കണ്ടീഷനായാലും ശരി, ഈവൻ നരകത്തിലാണെങ്കിലും ശരി, ഭഗവാനെ സേവിക്കുക. അപ്പൊ അതുകൊണ്ട് ലിബറേഷൻ അവർക്ക് എന്താണ്? ഇൻസിഗ്നിഫിക്കന്റ്. അത് ആസ് ഗുഡ് ആസ് ഹെലിഷ്. ഇപ്പൊ നമ്മൾ നരകത്തിൽ പിടിച്ചിട്ട് യാതനകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാൽ അതുപോലെയാണ് ഭുക്തി മുക്തി ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അത് കോണ്ടെക്സ്റ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ മാതാജി മുക്തി മാത്രല്ല അല്ലെ, മറ്റുള്ള മുക്തികളും എല്ലാം 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 അങ്ങനെ ആഗ്രഹിക്കുന്ന കൂടി നമ്മൾ ആൾറെഡി ലിബറേറ്റഡ് ആണ്. ഭഗവാനെ ശുദ്ധമായിട്ട് സേവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആൾറെഡി ലിബറേറ്റഡ് ആണ്. പിന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഭക്തന്മാരെ ദർ ഓൾ ഇൻ ലിബറേറ്റഡ് കണ്ടീഷൻ. അപ്പൊ അതിനുവേണ്ടി വീണ്ടും നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇപ്പോ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മില്യണയർ, ഒരു ബില്യണയർ ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് കെഞ്ചുവോ ഒരാളോടത്ത്? ഇല്ല. കാരണം ഈസ് ആൾറെഡി ബില്യണയർ. അയാൾക്ക് 10 രൂപ എന്താണ്? ഇൻസിഗ്നിഫിക്കൻറ്റ്. ഒരു $1 ബില്യൺ ഉള്ള ഒരു ധനികൻ അയ്യോ എനിക്ക് 10 രൂപ വേണമെന്ന് അറിയോ? ഇല്ല. അതേപോലെ ഇവര് ഭഗവാന്റെ അൾട്ടിമേറ്റ് സർവീസ് സേവ ചെയ്യുന്ന അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് ഭുക്തി മുക്തി ഈസ് വെരി വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇതാണ് നമ്മൾ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അല്ലാണ്ട് മുക്തി രൂപഗോസ്വാമി പറഞ്ഞു അത് യു ഷുഡ് നോ, അതല്ല അതിൻ്റെ അർത്ഥം. ഈ സേവ, ഈ സ്റ്റേജിലെത്തിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭക്തൻ, ഒരു ഭക്ത, അവര് ഇതെല്ലാം ഈ കടമ്പയെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ പൂർണ്ണ സേവയിൽ ഏർപ്പെടുന്ന ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊന്നും ഒരു കാര്യമില്ലാന്ന്. അപ്പോ വലിയൊരു മഹൽ, ഒരു കാസിൽ, ഒരു രാജകൊട്ടാരം ഉള്ള ഒരു വ്യക്തിക്ക് ചെറിയൊരു ഹട്ട് കാണുമ്പോൾ അയ്യോ എനിക്ക് എങ്ങെടുത്തതുണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു ആഗ്രഹിക്കോ? അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുക. അതാണ് ഇൻസിഗ്നിഫിക്കന്റ് ബിക്കോസ് they see it as hellish. സാലോക്യ സാക്ഷി സാമീപ്യ സാരൂപ്യാഖ്യായിത സാരോപ്യൈകത്വം അപീതാം ദീയമാനം ന ഗൃഹന്തി വിനാ മത്സേവനം ജനാ. പ്യൂർ ഡിവോട്ടീസ്, ഇവിടെ ആരെ നോക്കണുണ്ടോ? പ്യൂർ ഡിവോട്ടീസിന്റെ കാര്യം പറയണത്. ശുദ്ധഭക്തന്മാരെ, ആ തലത്തിലെത്തിയ ആൾക്കാരെ ഓൾവേസ് റിജക്ട് the 5 kinds of liberation, which include living in the spiritual Vaikuntha planets, possessing the same opulences as those possessed by the Supreme Lord, having the same bodily features as the Lord's, associating with the Lord and merging into the body of the Lord. The pure devotees do not accept these benedictions without the service of the Lord. അതാണ് അതിൻ്റെ വിത്തൗട്ട് ദ സർവീസ് ഓഫ് ദ ലോർഡ്. ഇതൊന്നും അവർ സ്വീകരിക്കില്ല. കാരണം വെച്ചാൽ അവരുടെ ഇമ്പോർട്ടൻസ്, അവർക്ക് പ്രാധാന്യം എന്താ? സേവ. അപ്പോൾ ഈ മുക്തി, ഈ തരത്തിലുള്ള 5 തരത്തിലുള്ള മുക്തി കിട്ടിയാലും അവർക്ക് സന്തോഷം ഉണ്ടാവില്ല സേവയില്ലെങ്കിൽ. സേവയുണ്ടെങ്കിൽ, ഭഗവാനെ സേവിക്കാനുള്ളതുണ്ടെങ്കിൽ അവർക്ക് ഏത് മുക്തി കിട്ടിയാലും മതി. മുക്തി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഈവൻ നരകത്തിൽ കൊണ്ടുപോയിട്ടാലും കുഴപ്പമില്ല. ഭഗവത് സേവനം വേണം. ഭഗവത് സേവനം ഇല്ലാത്ത
ഒരു മുക്തിയും ഒരു കാര്യമില്ല എന്നാണ് ഭക്തന്മാരുടെ ആ ഒരു പൊസിഷൻ. പ്യുവർ ഡിവോട്ടീസ് ആൾവേസ് റിജക്ട്. അപ്പോൾ മുക്തി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവർക്ക് പ്രാധാന്യം എന്താണ്? ഭഗവത് സേവ. അതിൽ കണ്ടെത്തുന്ന ആനന്ദം വേറൊന്നുമില്ല. അപ്പൊ ദിസ് വേഴ്സ് ഈസ് ഫ്രം ശ്രീമദ് ഭാഗവതം 3.29.3. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി എഗെയിൻ ഈ 5 ലിബറേഷൻ വ്യർത്ഥമാണ്, അല്ലെ ഒന്നിനും കൊള്ളില്ല, അതല്ല. ശുദ്ധ ഭക്തന്മാരെ സംബന്ധിച്ചോളം ദാറ്റ് ഈസ് നെഗ്ലിജന്റ്, ഇൻസിഗ്നിഫിക്കന്റ്. കാരണം അതിലും കൂടുതലായിട്ട് അവർ ആനന്ദം കാണുമ്പോൾ ഇതിനെന്തിനാ ഇതിന്റെ പിന്നാലെ പോണത്? ഒരാൾക്ക് സ്വർണ്ണ ഖനി തന്നെയുണ്ട്. അതിൽ എത്ര വേണമെങ്കിൽ ഗോൾഡ് അവർക്ക് ഖനനം ചെയ്തെടുക്കാൻ പറ്റും. അയാൾ 1 ഗ്രാം ഗോൾഡിന്റെ പിന്നാലെ ഓടുമോ? അല്ലെങ്കിൽ 10 ഗ്രാം ഗോൾഡിന്റെ പിന്നാലെ ഓടുമോ? ഇല്ല. അപ്പൊ ആ തരത്തിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ദുഷ്ട്യാജാൻ ക്ഷിതിസുത സുജനാർത്ഥധാരാൻ പരാർത്ഥ്യാം ശ്രീയം സുരവരൈ സദയാപലോകാം നൈച്ഛം നൃപസ്തദുചിതം മഹതാം മധുദ്വേത് സേവാനുരക്ത മനസാം അഭവോപി ഫൽഗു. പ്രാർത്ഥ്യാം ശ്രീയാം സുരവരൈ സദയാവലോകാം നൈച്ഛാ നൃപസ്തദുചിതം മഹതാം മധുദ്വേത് സേവാനുരക്ത മനസാ ഭാവോപി ഫൽഗു. Translation: It is very difficult to give up material opulence, land, children, society, friends, riches, wife, or the blessings of the goddess of fortune, which are decided even by the great demigods. അപ്പോൾ ഈവൻ ദേവി ദേവതന്മാർക്കും കൂടിയും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എന്ത്? അവനവൻ്റെ ധനം, പ്രോപ്പർട്ടീസ്, മക്കള്, സമൂഹം, ബന്ധുക്കള്, അതുപോലെ റിച്ചസ് ആൻഡ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഈവൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം. കാരണം ഇതെല്ലാം നമ്മളുടെ ഭൗതിക ആഗ്രഹങ്ങൾ. വിച്ച് ആർ ഈവൻ ഡിസൈഡ് ബൈ ഗ്രേറ്റ് ഡിമഗോഡ്സ്. അവരും കൂടി സകാമ ഭക്തന്മാരാണ്. അവരും കൂടിയും സകാമ. അപ്പൊ അവർക്കും കൂടിയും പറ്റില്ല, എന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ പറ്റും. നമ്മൾ ഇവിടെ ഭൗതിക ലോകത്തിലാണ്, നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. അതാണ് ഈവൻ ഡെമിഗോഡ്സും കൂടി ദേവി ദേവതന്മാരും കൂടി ഈ ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ സിമ്പിൾ പ്രോസസ്സാണ്, ഈസിയാണ്. ഭഗവാന്റെ അവതാരങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അവർക്ക് അങ്ങനെ അവിടെ അവതാരങ്ങളൊന്നും കിട്ടില്ല. ഇവിടെയാണ് ഈ മർത്യ ലോകത്തിലാണ് ഭഗവാന്റെ അവതാരങ്ങളും ഭഗവാൻ എല്ലാവരും ഉദ്ധരിക്കാൻ വേണ്ടി വരുന്നത്. അവർക്ക് ആ പൊസിഷൻ കൊടുത്ത് ഇരുത്തിയെന്നുള്ളൂ. അപ്പൊ അതിലുള്ള ഓപ്പുലൻസസും അതിലുള്ള ആ ഒരു ഭൗതിക സുഖങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. ഭഗവത് ഭക്തന്മാരാണ്, സംശയമില്ല, അല്ലെ? ആണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗിവ് അപ്പ് മെറ്റീരിയൽ ഓപ്പുലൻസ്, ലാൻഡ്, ചിൽഡ്രൻ, സൊസൈറ്റി, ഫ്രണ്ട്സ്, റിച്ചസ്, വൈഫ്, or the blessings of the goddess of fortune, which are decided even by great demigods. But King Bharata did not decide such things. ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞത് എല്ലാ ഐശ്വര്യങ്ങളും ഭരത മഹാരാജ് ഉണ്ടായിരുന്നു, അല്ലേ? മെറ്റീരിയൽ ഓപ്പുലൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം എംപറർ ആയിരുന്നു. എല്ലാ മെറ്റീരിയൽസ് എന്ത് വേണമെങ്കിൽ അറ്റ് ഈസ് ഡിസ്പോസൽ. എന്താഗ്രഹിച്ചാലും മെറ്റീരിയലി എന്താഗ്രഹിച്ചാലും അദ്ദേഹത്തിന് സാധിച്ചെടുക്കാൻ പറ്റും. അതിന് രാജാവാണ്. എല്ലാ സ്ഥലവും അദ്ദേഹത്തിന് കീഴിലാണ്. മക്കളുണ്ട്, സൊസൈറ്റി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിച്ചസ് ഉണ്ട്, വൈഫ് ഉണ്ട്. വൈഫല്ല, വൈഫ്സ് ഉണ്ട്. അന്ന് ആരാണ്? ക്ഷത്രിയന്മാരാണ്, അല്ലെ? വൈഫ്സ് ഉണ്ട്. ആൻഡ് ഗോഡസ് ഓഫ് ഫോർച്യൂണിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. കാണിച്ചാൽ എല്ലാ അതിനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കിങ് ഭരതൻ അതെല്ലാം വിട്ടെറിഞ്ഞു. ഡിഡ് നോട്ട് ഡിസൈഡ് സച്ച് തിങ് ആൻഡ് ദിസ് വാസ് ക്വൈറ്റ് ബിഫിറ്റിംഗ് ഹിസ് പൊസിഷൻ. അദ്ദേഹം പരമഭക്തനായിരുന്നു. ബിക്കോസ് ഫോർ എ പ്യൂർ ഡിവോട്ടി whose mind is always engaged in the service of the Lord, even liberation or merging into the existence of the Lord is insignificant
ആൻഡ് വാട്ട് ടു സ്പീക്ക് ഓഫ് മെറ്റീരിയൽ ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് ഇതൊക്കെ എടുത്ത് പറയാൻ കാരണം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ചൈതന്യ മഹാപ്രഭു, കാരണം ഇത് സംവാദമാണ്. ഓക്കെ, അവരായിട്ടൊരു ഡിബേറ്റാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഇലക്ട്രിസിറ്റി പോയില്ലേ? അപ്പൊ അതിന്റെ തത്വങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതിന്റെ തത്വങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് വാട്ട് ടു സ്പീക്ക് ഓഫ് മെറ്റീരിയൽ ഓപ്പർച്യൂണിറ്റീസ്. ദിസ് ഇസ് എ വേഴ്സ് ഫ്രം അഗെയിൻ ശ്രീമദ് ഭാഗവതം. ഓക്കെ, ഈ ഇത്രയും ഗുഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റ് ഗ്രന്ഥങ്ങൾ കാണില്ല. അവിടേക്ക് എന്തായിരിക്കാണ് കൂടുതലും മെജോറിറ്റി എന്തിനെ പറ്റിയിട്ടായിരിക്കും അതിന്റെ ടോപ്പിക് എന്തായിരിക്കും, സബ്ജക്ട് മാറ്റർ ആയിരിക്കും മറ്റ് ഗ്രന്ഥങ്ങളിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷ അല്ലേ? ഇതാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് അമല പുരാണം എന്ന് പറയാൻ കാരണം. ഇത്രയും ഹയസ്റ്റ് ആയിട്ടുള്ള ഫിലോസഫി മറ്റ് ഗ്രന്ഥങ്ങളിൽ വ്യാസദേവൻ കൊടുത്തിട്ടില്ല. ഇത് ഹയസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം എന്താണ് അമല പുരാണം എന്ന് പറയുന്നത്. നിമ്നഗാനാം യഥാ ഗംഗ, ദേവാനാം അച്യുതോ യഥ, വൈഷ്ണവാനാം യഥാ ശംഭു, പുരാണാനാം ഇതം തഥാ. ഒഴുകുന്ന നദികളിലെ ഗംഗ ശ്രേഷ്ഠനാണ്, ദേവന്മാരിൽ അച്യുതൻ ശ്രേഷ്ഠനാണ്. ആരാച്യുതൻ? കൃഷ്ണ. വൈഷ്ണവാനാം യഥാശംഭു, വൈഷ്ണവന്മാരിൽ ആരാണ് ശ്രേഷ്ഠം? ശിവൻ. ശിവൻ അല്ലെ? പുരാണാനാം ഇതം തഥാ, പുരാണാനാം ഇതം, ദിസ് ഭാഗവതം. അപ്പൊ ഈ ശ്രേഷ്ഠമായിട്ടുള്ളത് ആണ്. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും, ഇപ്പൊ നമ്മുടെ എർത്തിലെ പ്ലാനറ്റിലെ എല്ലാ രാജ്യങ്ങളും എടുത്താൽ ഭാരതത്തിനെ ശ്രേഷ്ഠ ഭാരതം എന്ന് വിശേഷിക്കുന്നു. കാരണം എന്താണ്? ഇവിടെയാണ് എല്ലാ ഭഗവാന്റെ അവതാരങ്ങളും ഈ ലാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത്രയും ഭാഗ്യവന്മാരാണ് നമ്മള് അല്ലെ? എല്ലാ ആചാര്യന്മാരും ഇവിടെ വന്നിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലെ ഒന്നോ രണ്ടോ അവിടെയും ഇവിടെയൊക്കെ തൊട്ടിലെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ മെജോറിറ്റി 99% ഇവിടെ എല്ലാ ഋഷിവര്യന്മാരും എല്ലാ ആചാര്യന്മാരും എല്ലാ അവതാരവും ഇവിടെയാണ് മതി. അതുകൊണ്ട് ശ്രേഷ്ഠന്മാരും. അതുകൊണ്ട് നമുക്ക് ചില കടമകളുണ്ട്. ഭാരതഭൂമിയുടെ ഹൈല മനുഷ്യ ജന്മയാര, ജന്മ സാർത്ഥകരി കര ഉപകാരം എന്ന് പറഞ്ഞിരിക്കുന്നു ചൈതന്യ മഹാപ്രഭു. ഭാരതഭൂമിയിൽ ഏതൊരു വ്യക്തിയാണ് ജനിച്ചത്, ഓക്കെ, അവരെ അത്രയും ഭാഗ്യവന്മാരാണ്. ഹൈല മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള എല്ലാവരും ഭാരതഭൂമിയിൽ അത്രയും ഭാഗ്യം. കാരണം അവർക്ക് എന്ത് ചെയ്യും? ജന്മ സാർത്ഥകരി, നമ്മളുടെ ജന്മം സാർത്ഥകമായിട്ട് പരോപകാരം ചെയ്യാൻ പറ്റും. ആ പരോപകാരം നമ്മുടെ ജന്മം മാത്രം സാർത്ഥകമാക്കിയാൽ പോരാ, നമുക്ക് മറ്റുള്ളവരെയും സഹായിക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ലോകം സഫർ ചെയ്യുന്നതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായം. നമ്മളുടെ ദൗത്യം കടമ നിറവേറ്റുന്നില്ല. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. So this is a verse from Srimad Bhagavatam 5.14.44 concerning the glorification of King Bharata, whom Sukadeva Goswami was describing to King Parikshit. Parikshit Maharajum Sukadeva Goswami തമ്മിലുള്ള സംവാദത്തിന്റെ ഇടയിലുള്ള ഇതാണ്. ഓക്കെ, എസ്പെഷ്യലി സംവാദം ചോദ്യമാണ് കൂടുതൽ സുഖദേവ് ഗോസ്വാമിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചില സമയത്ത് പരീക്ഷിത് മഹാരാജ് ചോദിക്കുന്നു. അപ്പൊ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ആരെ പറ്റിയിട്ട്? ഭരത മഹാരാജാവിന്റെ ആ മഹത്വത്തെ പറ്റിയിട്ട്. നാരായണ പരാ സർവേ ന കുദർശന ബിഭ്യതി സ്വർഗാപവർഗ നർക്കേഷു അപിതുല്യാർത്ഥ ദർശിന. നാരായണ പരാ സർവേ കുദർശന ബിഭ്യതി സ്വർഗാപവർഗ നരകേഷു തുല്യാർത്ഥ ദർശിനഃ. ബ്യൂട്ടിഫുൾ ശ്ലോക ഫ്രം ഭാഗവതം അഗെയിൻ. എന്താണ് പറയുന്നത്? എ പേഴ്സൺ ഹു ഈസ് എ ഡിവോട്ടി ഓഫ് ലോർഡ് നാരായണ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഹെല്ലിഷ് കണ്ടീഷൻ. അപ്പൊ എന്നോട് പറയാണ് നരകത്തിൽ പോയിട്ട് സേവനം ചെയ്യണം പറഞ്ഞാൽ ഞാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഞാൻ ആ തലത്തിൽ എത്തിയിട്ടില്ല. എല്ലാം ഒരേപോലെ കാണുന്ന സമഭാവനയിൽ കാണുന്ന വ്യക്തിയല്ല ഞാൻ. അതിനെന്താ പറയുന്നത്? വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി അസ്തിനി സുനിശ്ചയ. അപ്പൊ ആ ഒരു ഭാവത്തിലല്ല ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറയും പ്ലീസ് എന്നെ അവിടെ കൊണ്ടുവരില്ലേ. എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സേവനം ഞാൻ അവിടെ ചെയ്യാം.
ഇവിടെ എന്താ പറയുന്നത്, എ പേഴ്സൺ ഹു ഇസ് ഡിവോട്ടി ഓഫ് ലോർഡ് നാരായണ, ഭഗവാൻ നാരായണന്റെ ഒരു സിദ്ധ ഭക്തൻ. പ്രഭു ജ്ഞാനികൾ അങ്ങനെ കാണുന്നവരായിരിക്കത്തില്ലേ? വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഹേവിഹസ്തിനി ശുനി ചൈവ ശോഭാഗേജ പണ്ഡിത സമദർശന. ഇപ്പൊ ജ്ഞാനികള് ജ്ഞാനമാർഗത്തിൽ നിൽക്കുന്നവരങ്ങനെ കാണുന്നവരായിരിക്കത്തില്ലേ? കാണുന്നുണ്ടെങ്കിലും പക്ഷെ അവന് ഭഗവാന്റെ അങ്ങനെ കാണുന്നുണ്ടെങ്കിലല്ലേ അവരെ ജ്ഞാനികളെന്ന് പറയാൻ പറ്റൂ. അല്ല, ഭഗവാന് ജ്ഞാനമുണ്ട്, പക്ഷെ അവരത് പ്രാക്ടിക്കലായിട്ട് സേവന മനോഭാവം ഇല്ലാത്തതുകൊണ്ട് അവരതിലെത്തില്ല. കാരണം ഭഗവാന്റെ രൂപത്തിൽ വിശ്വസിക്കുന്നില്ല, അവര് ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവര് ജ്ഞാനികളാണ് ഭക്തന്മാര്. പക്ഷേ ആയിക്കോട്ടെ പ്രഭു, ബ്രഹ്മജ്യോതിയിൽ വിശ്വസിച്ചോട്ടെ, ഏതിലോ വിശ്വസിച്ചോട്ടെ, പക്ഷെ ജ്ഞാനി എന്ന് പറയുമ്പോ ശരിക്കുള്ള ജ്ഞാനിയാണെങ്കിൽ ആ ഭാവത്തിൽ എത്തിയിരിക്കണ്ടേ? അവരെ ആക്ടിവിറ്റീസിലെ വിശ്വസിക്കാൻ പേടിയാണ്. കാരണം വീണ്ടും ജന്മം കിട്ടും, വീണ്ടും ശരീരം കിട്ടുന്നു, അത് വേണ്ട പറഞ്ഞിട്ടാണ് ബ്രഹ്മജ്യോതിയിൽ അലിയാൻ വരുന്നത്. അതുകൊണ്ട് ഹെല്ലീഷ് പറഞ്ഞാലും ഏതൊരു കർമ്മത്തിനും അവരെ ആക്ടിവിറ്റീസിൽ നിന്ന് മാറി നിൽക്കുന്നു. ജ്ഞാനികള് കർമ്മികളെ എല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അവർക്ക് ഉപരിലോകത്തിൽ കൂടുതൽ കൂടുതൽ സൂഹിക്കാൻ വേണ്ടി. ജ്ഞാനികളെ എനിക്ക് വേണ്ട, ഞാൻ ഒരു ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് എന്നെ ഇവിടെ ബന്ധിപ്പിക്കുന്നു പറഞ്ഞിട്ട് ആ സേവനത്തിൽ നിന്ന് അവർ മാറിയിരിക്കുന്നു. തിരിച്ചു വരേണ്ടി വരും എന്നുള്ളത് ആ പേടി. ഇപ്പൊ ഇവിടെ പേഴ്സൺ ഹു ഈസ് എ ഡിവോട്ടി ഓഫ് ലോർഡ്. പ്രഭു, അത് പേടിയല്ലല്ലോ, ശരിക്കും സർവസംഘ പരിത്യാഗി ആകെയല്ലേ ചെയ്യണത്. ജ്ഞാനത്തിന്റെ അല്ല, ഇത് പേടിയാ. കാരണം ശരീരത്തിനുണ്ടെങ്കിൽ നമ്മള് ബന്ധനത്തിൽ വരും, ശരീരം പാടില്ല. അപ്പൊ ശരീരം പാടില്ല എന്നുള്ള ഒരു മനോഭാവം വെച്ചിട്ടാണ് അവര് ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ. പ്രഭു, ഇപ്പൊ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ താൻ ഈശ്വരനിൽ നിന്ന് അന്യനല്ല എന്നൊരു തോന്നൽ വരുമ്പോ താനും ഈശ്വരനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് അവർ പറയുന്നില്ലേ ജ്ഞാനികള്? അപ്പൊ ഈശ്വരനിൽ നിന്ന് അന്യനല്ല വരുമ്പോ പിന്നെ ഞാൻ ഉണ്ടാവുന്നില്ലല്ലോ, ഞാൻ എന്നൊരു ഭാവം ഉണ്ടാവുന്നില്ലല്ലോ പ്രഭു ശരിക്കുള്ള ജ്ഞാനിക്ക്. ശരിക്കുള്ള ജ്ഞാനി അത് ഞാൻ ഈശ്വരനാണെന്ന് ചോദിച്ചാൽ അപ്പൊ ഈ ഈശ്വരനെ എങ്ങനെ പണിഷ്മെന്റ് കിട്ടണം? അപ്പൊ നമ്മൾ എന്തിനാ പണിഷ് ചെയ്യുന്നത്? ഞാൻ ഈശ്വരനാണെങ്കിൽ എനിക്ക് എന്തിനാ ഈ വിഷമത്തിൽ കൂടെ കടന്നു പോകേണ്ട ആവശ്യം? പ്രഭു, അപ്പൊ ശരീരബോധം നഷ്ടപ്പെടൂലേ? പ്യുവർ ജ്ഞാനിക്കാണെങ്കിൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനും സൂര്യകിരണനും ഒരേപോലെ അല്ല. നമ്മൾ അങ്ങനെ കാണുന്ന പാഷണ്ഡികളാണ് ചൈതന്യ മഹാപ്രഭു. പാഷണ്ഡി പറഞ്ഞ ഏത്തിസ്റ്റ്. അല്ല പ്രഭു, ഞാൻ അതല്ല പ്രഭു പറയുന്നത്. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണെന്നാണല്ലോ റിയൽ ജ്ഞാനം എന്ന് പറയണ. അപ്പൊ ആ ജ്ഞാനം കിട്ടി ആ ജ്ഞാനിയായി ജീവിക്കുന്ന ഒരാള്, അപ്പൊ അവർക്കെന്ന് പറയുമ്പോ ശരീരബോധം ഉണ്ടാവില്ലല്ലോ. അല്ല, അത് ശരിയാണ് മാതാജി പറഞ്ഞ ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. പക്ഷെ ഞാൻ പരമാത്മാവല്ലല്ലോ. ഇല്ല, ഞാൻ ആത്മാവാണ്. ആ വ്യത്യാസമാണ് ജ്ഞാനിയും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോഴേ പ്രഭു, എന്നാലും ഇപ്പൊ ഞാൻ പറയാ, അത് ഞാൻ ശരീരമല്ല എന്ന് തോന്നി ജീവിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്താ പറയാ, അവര് പ്രിഫറൻസ് കൊടുക്കുന്നില്ലല്ലോ ശരീരത്തിന്. ബോഡിക്ക് എന്ത് വന്നാലും അവർക്കത് വിഷയമല്ലല്ലോ. അപ്പോ അങ്ങനെ വരുമ്പോ ഞാൻ നീ എന്നുള്ള എന്താ പറയാ ഭാവം അവിടെ ഉണ്ടാവുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഭാവം കാണിച്ചാൽ ജീവാത്മാവ് ഇൻഫിനിറ്റിസിമലാണ്, ഭഗവാൻ ഇൻഫിനൈറ്റ് ആണ്. അതായത് സൂര്യനും സൂര്യകിരണും ഒന്നാണെന്ന് പറയുന്ന ആൾക്കാർ പാഷണ്ഡികൾ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. അപ്പൊ ശുനി ചൈവ ശോഭാഗ്യജ പണ്ഡിത സമദർശിന, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശോഭിനെയും പശുവിനെയും അല്ലെങ്കിൽ ശോഭനെ തിന്നുന്നവനെ എല്ലാം തുല്യ നിലയിൽ കാണണമെങ്കിൽ അത്രയും ടോപ്പ് ജ്ഞാനി ആവണമല്ലോ, ജ്ഞാനത്തിന്റെ ടോപ്പ്. അങ്ങനത്തെ ഒരു ജ്ഞാനി, അങ്ങനത്തെ ഒരു ഭക്തൻ ശരീരമല്ല കാണുന്ന, അതിന്റെ ഉള്ളിലുള്ള ഡിവിനിറ്റി ജീവാത്മാവിനെ കാണുന്ന. ആ ജീവാത്മാവിനെ സെയിം സച്ചിദാനന്ദമാണ് എന്റെ ദേഹത്തിലും മാതാജിയുടെ ദേഹത്തിലും ഒരു പട്ടിയുടെ ദേഹത്തിലും ഒരു ബ്രാഹ്മണന്റെ ദേഹത്തിലും അതേ ഡിവിനിറ്റിയാണ്. അതിനെ വ്യത്യാസമായി കാണുന്നവനാണ് ജ്ഞാനി അല്ലാത്തവൻ. ഒരു ജ്ഞാനി പറഞ്ഞ ഭഗവാന്റെ ആ പാർട്ട് ആൻഡ് പാർസൽ ക്വാളിറ്റി എത്തിയിരിക്കും. അപ്പോഴല്ലേ ജ്ഞാനി, ആ ഒരു ക്വാളിറ്റിയിൽ എത്തിയാലല്ലേ ജ്ഞാനി എന്ന് പറയത്തുള്ളൂ. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് പിന്നെ ഞാൻ ഈ ഭാവം ഇല്ലാതാവുകയാണ് അവിടെ. പക്ഷെ ഞാനും ഭഗവാനും ഒന്നാണെന്ന് പറയുന്നത് പാഷണ്ഡി. പാഷണ്ഡി പറഞ്ഞാൽ ഏത്തിസ്റ്റ്. കാണിച്ചാൽ സൂര്യകിരണവും സൂര്യനും ഒന്നല്ല, സൂര്യന്റെ പാർട്ട് ആൻഡ് പാർസൽ. അതുകൊണ്ട് ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. നമ്മളൊരു മോളിക്യൂൾ മാത്രമാണ്, ഒരു പാർട്ടിക്കിൾ മാത്രമാണ്, നമ്മൾ ഹോളല്ല. നമ്മൾ അന്ന് ചെന്ന് ലയിക്കാൻ കാരണം പേടി, വീണ്ടും ദേഹം എടുത്താൽ വീണ്ടും അനുഭവിക്കേണ്ടി വരില്ലോ, നമ്മൾ കഷ്ടപ്പെടേണ്ടി വരില്ലോ. അതുകൊണ്ട് അവർ മെറ്റീരിയൽ ആക്ടിവിറ്റീസ് നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അതാണ് നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണെ എന്ന് പറയുന്നത്. എന്താണ് നിർവിശേഷം? മായവാദം.
ശൂന്യവാദി പറഞ്ഞാൽ വോയിഡിസം, ബുദ്ധിസം. ഇതാണ് purport. This is a verse from Srimad Bhagavatam 6.17.28 regarding the personality of Chitraketu. Chitraketuinte ഇത് നിർത്താണ്. Once when Chitraketu saw the goddess Parvati sitting on the lap of Lord Shambhu, Shiva, he criticized Lord Shiva for being shameless and sitting just like an ordinary man with his wife on the lap. സാധാരണ നമ്മൾ ഒരു വലിയൊരു ഗ്രേറ്റ് പേഴ്സണിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. ഓക്കെ, കുറെ ആൾക്കാർ ചെല്ലുകയാണ്, കുറെ സാധുജനങ്ങള്, കുറെ ബ്രഹ്മചാരികള്, കുറെ സന്യാസിമാര് ചെല്ലുകയാണ്, അല്ലെങ്കിൽ സാധാരണക്കാർ ചെല്ലുകയാണ്. അപ്പൊ ഒരു എറ്റിക്കേറ്റ് അനുസരിച്ചിട്ട് എന്താണ്, തന്റെ സ്വന്തം ഭാര്യയെ മടിയിൽ ഇരുത്തിയിട്ട് അവർ സംസാരിക്കൂ? ഇല്ല. ഇവിടെ എന്താണ് ശിവഭഗവാൻ ചെയ്തത്? Once when Chitraketu saw goddess Parvati sitting on the lap of Lord Shambhu, Shambhu മഹാദേവന്റെ പൊസിഷൻ മനസ്സിലാക്കാണ്ട് മഹാദേവൻ തന്റെ കൺസോർട്ടിനെ, പത്നിയെ മടിയിൽ ഇരുത്തിയിട്ട് സംസാരിക്കണം, വേദങ്ങൾ ഊതി കൊടുക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് ചിത്രകേതു ചെറുതായിട്ട് മനസ്സിൽ നിന്ന് ചിരിച്ചത്. അദ്ദേഹത്തിന്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ടില്ല, അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഗ്രേറ്റ് വൈഷ്ണവാണ്. അദ്ദേഹത്തിന് മെയിൽ ഫീമെയിൽ അങ്ങനത്തെ ഒരു യാതൊരു ഇതുമില്ല. നമ്മളെപ്പോലുള്ള ആ ഒരു ഭൗതിക സുഖത്തിന്റെ ഒരു തലത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത്. സോ ഹി ക്രിട്ടിസൈസ് ലോർഡ് ശിവ ഫോർ ബീങ് ഷെയിംലെസ്. കണ്ടോ എങ്ങനെ നാണമില്ല? തന്റെ ഇത്രയും ആൾക്കാരുടെ, വലിയ ആൾക്കാരുടെ മുമ്പില്, സാധുജനങ്ങളുടെ മുമ്പില് ഭാര്യയും മടിയിൽ ഇരുത്തിയിരിക്കുകയാണ്. ആൻഡ് സിറ്റിംഗ് ജസ്റ്റ് ലൈക്ക് എൻ ഓർഡിനറി മാൻ വിത്ത് ഹിസ് വൈഫ് ഓൺ ഹിസ് ലാപ്പ്. For this reason, Chitraketu was cursed by Parvati. പാർവതിക്ക് അത് ഉൾക്കൊണ്ടാൻ പറ്റിയില്ല. തൻ്റെ പരമേശ്വരനെ എങ്ങനെ ഇൻസൾട്ട് ചെയ്തല്ലോ പറഞ്ഞിട്ട് പാർവതി മാത എന്ത് ചെയ്തു? ക്ഷമിച്ചു. പരമേശ്വരൻ എന്ത് ചെയ്തു? അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, തെറ്റ് ചെയ്തു. കാരണം അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ടാണ് അത് ചെയ്തത്. ലേറ്റർ ഹി ബിക്കേം എ ഡിമൺ നെയ്മഡ് വിത്രാസുര. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോ പാഠങ്ങളുണ്ട്. Chitraketu was a very powerful king and a devotee, and he could certainly retaliate even against Lord Shiva. Chitraketu ഒരു സാധാരണ വ്യക്തിയല്ല, ഈവൻ അതിനെ എഗൻസ്റ്റ് പറയാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. ഈവൻ retaliate against Lord. But when Parvati cursed him, he immediately accepted the curse with a bowed head. കാരണം എന്താണ്? അത് നമ്മൾ ശാപം ഏറ്റെടുത്തില്ലെങ്കിൽ, അതിന് അങ്ങോട്ട് കൗണ്ടറാക്ട് ചെയ്യുകയാണെങ്കിൽ എവിടെ ചെന്നെത്തുന്നത്? കേഴ്സ്, കൗണ്ടർ കേഴ്സ്, എഗൈൻ കൗണ്ടർ കേഴ്സ്, എഗൈൻ കൗണ്ടർ കേഴ്സ്. എവിടെ എത്തില്ല. അപ്പോ ഭക്തന്മാരെന്താ ചെയ്യുന്നത്? എന്താണ് അവർ ചെയ്യേണ്ടത്? ടോളറേറ്റ്. അതാണ് അവിടുത്തെ ക്വാളിറ്റി കാണിക്കേണ്ടത്. ടോളറേറ്റ്, ക്ഷമ. അപ്പൊ വീണ്ടും അതിനെ റിയാക്ട് ചെയ്യല്ല ചെയ്യുക. അപ്പൊ അത് ടോളറേറ്റ് ചെയ്യുക. അതാണ് ഭക്തന്മാർ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ചിത്രകേതു ചെയ്തത്. അപ്പോ നമ്മൾക്കും അങ്ങനെ ഒരു പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നു, അതനുസരിച്ചിരിക്കും നമ്മുടെ മനോഭാവം. നമുക്ക് എങ്ങനെ അത് ഉൾക്കൊണ്ട് അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ശരിക്കുള്ള ഒരു ക്യാരക്ടർ കാണിക്കുക. അതിനെ ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്തു, അവർ വീണ്ടും റിയാക്ട് ചെയ്തു, അതിൻ്റെ മീതെ നമ്മൾ റിയാക്ട് ചെയ്തു. നമ്മുടെ എത്ര പാപം, അതേ പാപം, അതിൻ്റെ അഗൈൻസ്റ്റ് പാപം, പിന്നെ വീണ്ടും പാപം, അങ്ങനെ പാപത്തിന്റെ ആ കൂമ്പാരം കൂടി വരെയുള്ളൂ എല്ലാവരുടെയും. ഇതിൽ ഇൻവോൾവ് ചെയ്ത എല്ലാവരുടെയും. അപ്പൊ ഇമ്മീഡിയറ്റ്ലി അക്സെപ്റ്റഡ്. കുഴപ്പമില്ല, എൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്, എനിക്ക് പറ്റിയ അബദ്ധമാണ്, അത് ആ കേസിനെ സ്വീകരിച്ചു. ആരൊക്കെ അങ്ങനെ കേസിനെ സ്വീകരിച്ചു? പരീക്ഷിത് മഹാരാജാവ് സ്വീകരിച്ചു, ഇന്ദ്രദ്യുമ്ന സ്വാമി സ്വീകരിച്ചു, ഇന്ദ്രദ്യുമ്ന മഹാരാജ് അല്ലേ? വേണമെങ്കിൽ അവർക്ക് റിയാക്ട് ചെയ്യാം, റിറ്റാലിയേറ്റ് ചെയ്യാം, ചെയ്തില്ല. ഇതാണ് ഡിവോട്ടീസിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. When he agreed to accept this curse, Lord Shiva praised him and told Parvati that a devotee of Lord Narayana is never afraid of accepting any position provided there is a chance to serve the supreme personality of Godhead. അപ്പൊ അവരെന്താ നോക്കണം? കേസ് കിട്ടിക്കോട്ടെ, പക്ഷെ അവിടെ ഭഗവാന്റെ സേവ ഇല്ലെങ്കിൽ അവർക്ക് പറ്റില്ല. ഭഗവാന്റെ സേവ ഉണ്ടെങ്കിൽ കേഴ്സും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഭഗവാന്റെ സേവ കിട്ടിയില്ലേ? സോ ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് നാരായണ പരാസർവേ ന കുദശ്ചന ഭിഭ്യതി. കണ്ടോ ഇവിടെ പറയുന്നുണ്ട് അല്ലേ? നാരായണ പരാസർവേ, നാരായണൻ ഏറ്റവും ടോപ്പില്,
ആ നാരായണ സേവയാണ് ഏറ്റവും ടോപ്പിൽ. എവിടെ കൊണ്ടിട്ടാലും സേവ ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരു ഭയവുമില്ല. സ്വർഗ അപവർഗ നർഗേഷു. സ്വർഗം കിട്ടിയാലും അവർക്ക് വേണ്ട. സ്വർഗം എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള സുഖഭോഗം. അപവർഗ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗമല്ലാത്തതല്ലേ പ്രഭു? അങ്ങനെ എന്താണത്? പറയില്ലേ? അതിന്റെ അർത്ഥം എന്താ? എന്താണ് ഫേനം അങ്ങനത്തല്ലേ പ്രഭു? അതൊക്കെ അതിന്റെ ഒരു ഡീറ്റെയില്. പക്ഷെ എന്താണ് അപവർഗ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സ്വർഗം വേണ്ട, അപവർഗം വേണ്ട, നരകവും വേണ്ട. അവർക്ക് യാതൊരു തുല്യമാണ്. ഏത് കിട്ടിയാലും കുഴപ്പമില്ല. സ്വർഗത്തിലായും ശരി, മുക്തി. പവർഗ എന്ന് പറഞ്ഞ മാധവി പറഞ്ഞ പോലെ ഈ ഭൗതിക ലോകത്തിലുള്ള ബന്ധനം കാര്യങ്ങളൊക്കെ. അപ്പൊ പറഞ്ഞാൽ എന്ന് കിട്ടും മുക്തി കിട്ടുന്നത് ഉണ്ട്. ഇവിടെ നോക്കി നോക്കൂ എന്താണ് എഴുതിയിരിക്കുന്നത്. ഓൺ ദ പാത്ത് ഓഫ് ലിബറേഷൻ അപവർഗ, നർഗേഷു ഹെല്ലിഷ് കണ്ടീഷൻ. അപ്പൊ ഇത് 3 കിട്ടിയാലും അവർക്ക് യാതൊരു പ്രശ്നമില്ല. നരകത്തിൽ കൊണ്ടുപോയിട്ടുള്ളൂ, മുക്തി തന്നോളൂ, ഓക്കെ, സ്വർഗം തന്നോളൂ, എവിടെയും കുഴപ്പമില്ല. പക്ഷെ എവിടെ ഞങ്ങൾക്ക് വേണ്ടത്? ഭഗവാനെ സേവിക്കും. അതിൽ കിട്ടുന്ന ആനന്ദമാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ്. പരമാനന്ദം, പ്രേമാനന്ദം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതാണ് ശുദ്ധഭക്തന്മാരുടെ കാര്യം പറയുന്നത്. സോ ഈ തത്വം നേരത്തെ പറഞ്ഞ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. ടെക്സ്റ്റ് 271. മുക്തി കർമ്മ ദ്വൈ വസ്തു ത്യജേ ഭക്തഗണ സേ ദ്വൈ സ്ഥാപതുമി സാധ്യ സാധന. മുക്തി കർമ്മ ദ്വൈ വസ്തു ത്യജ ഭക്തഗണ തേ ദ്വൈ സ്ഥാപതുമി സാധ്യ സാധന. Both liberation and fruitive activity are rejected by devotees. വളരെ ക്ലിയർ ആയിട്ടാ പറയുന്നത്. ബോത്ത് ലിബറേഷൻ ആൻഡ് ഫ്രൂട്ടീവ്, അതായത് എന്താണ്? കർമ്മം ആൻഡ് മുക്തി, liberated. You are trying to establish these things as life's goal and the process of attaining. ആരോടാ പറയുന്നത്? തത്വവാദികളോട്. കേൾക്കുന്നില്ലേ? ഇന്റർനെറ്റ് പ്രശ്നമുണ്ടോ? ഇല്ല, ഇടയ്ക്ക് പ്രശ്നം വന്നു പ്രഭു, അത് പോയി. ഓക്കെ. അപ്പൊ ബോത്ത് ലിബറേഷൻ ആൻഡ് ഫ്രൂട്ടീവ് ആക്ടിവിറ്റി ആർ റിജക്റ്റഡ് ബൈ ഡിവോട്ടീസ്. യു ആർ ട്രൈങ്, ആരോടാ പറയുന്നത്? യു ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ദീസ് തിങ്സ്. ആരോടാ പറയുന്നത്? അപ്പൊ നിങ്ങൾ ഇതാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുക്കാണ്. യു ആർ ട്രൈങ് ടു എസ്റ്റാബ്ലിഷ് ദീസ് തിങ്സ്, ഫ്രൂട്ടീവ് ആക്ടിവിറ്റി ആൻഡ് ലിബറേഷൻ, മുക്തി, ലൈഫ് ഗോൾ. ഇതാണ് പരമലക്ഷ്യം. The process for attaining it. Sannyasi dekhiya more karaha vanchana na kahila teni sadhya sadhana lakshana. സന്യാസി ദേഖിയ മോരെ കരഹ വഞ്ചന ന കഹില തേനി സാധ്യ സാധന ലക്ഷണ. Sri Chaitanya Mahaprabhu continued, speaking to the Tattvadi Acharya, seeing that I am a mendicant in the renounced order of life, you have been playing with me in a duplicitous way. You have not actually described the process and ultimate objective. ചൈതന്യ മഹാപ്രഭു തത്വാദികൾ പറയാണ്, ഞാനൊരു മെന്റിക്കനാണ്, ഒരു സാധുവാണ്, ഒരു സന്യാസിയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് കളിക്കുകയാണ്. എന്നെ എന്തായത് ഡ്യൂപ്ലിസിറ്റസ് വേ. എന്താണ് ഡ്യൂപ്ലിസിറ്റസ് പറഞ്ഞാൽ? എന്തായാലും വഞ്ചന അല്ലേ? ഡ്യൂപ്ലിസിറ്റസ് വേ. അപ്പൊ എന്നെ വഞ്ചിക്കുകയാണ് നിങ്ങള്. ഞാനൊരു സാധുവാണ്, ഞാനൊരു മെഡിക്കൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണ്, ശരിക്കുള്ളത് പറഞ്ഞു തരാതെ. യു ഹാവ് നോട്ട് ആക്ച്വലി ഡിസ്ക്രൈബ്ഡ്, ശരിക്ക് വിവരിച്ചിട്ടില്ല എന്ത്? ദ പ്രോസസ് ആൻഡ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അതായത് നമ്മളുടെ പരമലക്ഷ്യം എന്താണ്, അതിന്റെ സാധന എന്താണ് എന്നോട് ശരിക്കും വിവരിച്ച് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണ്, ഞാനൊരു സാധാരണ മെന്റിക്കനാണ്, ഒരു സന്യാസിയാണ് എന്ന് കരുതിയിട്ട്. ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് ഈസ് കർമ്മ ആൻഡ് മുക്തി. കർമ്മത്തിന് ശേഷം നമ്മൾ മുക്തി കിട്ടണം, അതാണ് അൾട്ടിമേറ്റ് ഗോൾ എന്നാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. വാട്ട് ഈസ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഡിബേറ്റ്? എന്താണ് ജീവിത ലക്ഷ്യം? എന്താണ്?
അന്ന് രാമാനന്ദറായും ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള ആ സംവാദത്തിനും അവിടുന്ന് തുടങ്ങിയത്. വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ലൈഫ്? എവിടെ തുടങ്ങി? വർണ്ണാശ്രമധർമ്മം അല്ലേ? അപ്പൊ വർണ്ണാശ്രമധർമ്മം അതൊക്കെ വളരെ ബാഹ്യമാണ്, എക്സ്റ്റേണൽ ആണ്. ആകെ കഹോ, ഗോ ഹെഡ് ആൻഡ് സേ സംതിങ് മോർ അബൌട്ട്. പിന്നെ അങ്ങനെയാണ് പടിപടിയായിട്ട് ഉയർന്നിട്ട് എവിടെ എത്തുന്നത്? ചൈതന്യ മഹാപ്രഭുവിന്റെ രസതത്വത്തിലെത്തുന്നത്, മാധുര്യഭാവത്തിലെത്തുന്നത്, ഗോപികുമാരും പിന്നെ പരമോന്നതമായിട്ടുള്ള രാധാറാണിയുടെ ഭാവത്തിലൊക്കെ എത്തുന്നത്. അപ്പൊ എവിടുന്ന് തുടങ്ങി? വർണ്ണാശ്രമം. ഇവിടെ ഇവരും അതാണ് പറയുന്നത്, ലൈഫ് ഒബ്ജക്റ്റീവ് ഇസ് മുക്തി. സോ യു ഹാവ് നോട്ട് ആക്ച്വലി ഡിസ്ക്രൈബ്ഡ് ദ പ്രോസസ് ആൻഡ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അപ്പൊ അതിന്റെ സാധനയും സാധനയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, അതിന്റെ സാധ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സാധ്യ ആരാണ്? ആരാണ് സാധ്യ? ഭഗവാൻ കൃഷ്ണ. സാധന എന്താണ്? ഡിവോഷണൽ സർവീസ്. ഇതിനോട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സുനി തത്വാചാര്യ ഹൈല അന്തരേ ലജ്ജിത പ്രഭുരാ വൈഷ്ണവതാ ദേക്കി ഹൈല വിസ്മിത. തത്വാചാര്യ ഹൈല ലജ്ജിത പ്രഭുര വൈഷ്ണവ ഹൈല. തത്വാചാര്യന്മാർ ഇത് കേട്ടപ്പോൾ അവർക്ക് ലജ്ജ തോന്നി. അയ്യോ, ഞങ്ങളൊരു വൈഷ്ണവനോടാണ് സംസാരിക്കുന്നത്. അവർക്ക് അത്ഭുതം തോന്നി എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഹിയറിംഗ് ശ്രീ ചൈതന്യ മഹാപ്രഭു, the Acharya of the Tattvadi Sampradaya became very much ashamed. Upon observing Sri Chaitanya Mahaprabhu's rigid faith in Vaishnavism, he was struck with wonder. അവരെ ആശ്ചര്യചകിതരായി ചൈതന്യ മഹാപ്രഭുവിന്റെ ആ പൊസിഷൻ മനസ്സിലാക്കിയപ്പോൾ. ഇതെല്ലാം എക്സ്റ്റേണലാണ്. നമ്മൾ വന്നെത്തുന്നത് ഭഗവാന്റെ ആ പരമഭക്തിയിലാണ് വന്നെത്തേണ്ടതെന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ സംഭാഷണത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. upon observing Sri Chaitanya Mahaprabhu's rigid faith, ആ ദൃഢനിശ്ചയം, ആ ദൃഢവിശ്വാസം ഭഗവാനില്, or in Vaishnavism, he was struck with wonder. അതെ, തത്വവാദിയുടെ ആചാര്യൻ, അന്ന് ഉണ്ടായിരുന്ന ആചാര്യൻ. ടെക്സ്റ്റ് 274. അടുത്ത ക്ലാസ്സില് ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ताय गो प्रेमानंदे हरि हरि. Hare Krishna. So any questions or any comments?